ബേസിക് ഇലക്ട്രോണിക്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത് ആംപ്ലിഫയറാണ്. ആംപ്ലിഫയർ നമ്മൾ ഇലക്ട്രോണിക്സിൽ ഏറ്റവും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഈ ഒരു ആംപ്ലിഫയർ എന്നുള്ള വാക്ക്. ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മളൊരു ഓഡിയോ ആംപ്ലിഫയറുകൾ നമുക്ക് എപ്പോഴും പരിചയമുള്ളതാണ്. ഓഡിയോ ആംപ്ലിഫയറുകൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആംപ്ലിഫയറുകൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു മൈക്കും ആംപ്ലിഫയറും സ്പീക്കറും ഇങ്ങനെയൊക്കെ ഈ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് എപ്പോഴും പരിചയമുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു രംഗത്ത് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ മൈക്കിലൂടെ പറയുന്നൊരു കാര്യം എവിടേക്ക് കൊടുക്കുന്നു? ഒരു ആംപ്ലിഫയറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്ത് ചെയ്യുന്നു? സ്പീക്കർ വഴി കേൾക്കുമ്പോൾ കൂടുതൽ ഉച്ചത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അത് കേൾക്കാൻ സാധിക്കുന്നത്. സാധാരണ ഒരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ശബ്ദത്തിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതൽ, അതിനേക്കാൾ എത്രയോ ഇരട്ടി വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്പീക്കറിലൂടെ കേൾക്കാവുന്നൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ദുർബലമായിട്ടൊരു സിഗ്നലിനെ, വളരെ ശക്തി കുറഞ്ഞിട്ടുള്ളൊരു സിഗ്നലിനെ, അതിൻ്റെ ഷേപ്പിലൊന്നും വ്യത്യാസം വരുന്നില്ല അല്ലേ? ദുർബലമായിട്ടുള്ള സിഗ്നലാണ്, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ഓഡിയോ സിഗ്നൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നു? കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദുർബലമായിട്ടുള്ള സിഗ്നലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നൊരു പ്രവർത്തനമാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെയാണ് എന്ത് പറയുക? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ നടത്തുന്ന ഡിവൈസ് എന്താണോ അതാണെന്ത്? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളവിടെ ഒരു ഡെഫിനേഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷൻ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് വർക്കിംഗ് കാണിക്കുന്ന സർക്യൂട്ടൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, വീക്ക് സിഗ്നൽസിനെ ഷേപ്പിൽ വ്യത്യാസം വരുത്താതെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിച്ച് സ്ട്രെങ്ത് കൂടിയ സിഗ്നലിലാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ആംപ്ലിഫിക്കേഷൻ. ഇതിനായി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീക്ക് സിഗ്നൽസിനെ, വളരെ വീക്കായിട്ടുള്ള സിഗ്നലുകളാണ്, ശക്തി കുറഞ്ഞിട്ടുള്ള സിഗ്നലുകളാണ് ഉള്ളത്. വീക്ക് സിഗ്നലുകളെ എന്ത് ചെയ്യുന്നു? ഷേപ്പിൽ വ്യത്യാസം വരുത്താതെ, അതിൻ്റെ ഷേപ്പിൽ എന്ത് ചെയ്യുന്നില്ല? ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അതിൽ കൊടുക്കുന്ന സിഗ്നൽ, ഇപ്പോൾ ഈ രൂപത്തിലൊരു സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യുന്നില്ല? ഷേപ്പിൽ യാതൊരു വ്യത്യാസം വരുത്തുന്നില്ല. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചിട്ട്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഈ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ എന്തുണ്ടാവും? വർധനവ് വന്നിട്ടുണ്ടായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് വർദ്ധിപ്പിച്ച് ശക്തി കൂടിയ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടുള്ള സിഗ്നലാക്കി മാറ്റുന്ന പ്രവർത്തനമാണെന്ത്? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന സർക്യൂട്ട് അല്ലെങ്കിൽ ഡിവൈസ് ആണെന്ത്? ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സാധാരണ ഒരു നോർമൽ കേസിൽ ഒരു കോമൺ ആയിട്ടൊരു സ്കീമാറ്റിക് ആംപ്ലിഫയറിൻ്റെ സിമ്പലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ? സർക്യൂട്ടിൽ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആംപ്ലിഫയറാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം അത് ഡയോഡിൽ നിന്ന് ആ സിമ്പിളിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ സിമ്പിളാണത്. ഇവിടെ നമ്മളൊരു ആംപ്ലിഫയർ നടക്കുന്ന പ്രവർത്തന രീതി എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഒരു ഇൻപുട്ട് സിഗ്നൽ എന്ത് ചെയ്യുന്നു? നൽകുന്നു. ആംപ്ലിഫയർ സർക്യൂട്ടിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ നൽകുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നു? ശക്തി വർദ്ധിച്ച ഔട്ട്പുട്ടായിട്ട് ഔട്ട്പുട്ടിൽ ആ രീതി എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആംപ്ലിഫയറിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടൊരു DC പവർ സപ്ലൈ കൂടി അതിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഡയഗ്രത്തിൻ്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. വീക്കായിട്ടുള്ളൊരു ഇൻപുട്ട് സിഗ്നൽ എന്ത് ചെയ്യുന്നു? ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്താതെ, ഷേപ്പിൽ എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്തു? ആംപ്ലിറ്റ്യൂഡ് കൂട്ടി സ്ട്രെങ്ത് കൂടിയ സിഗ്നലാക്കി മാറ്റുന്ന പ്രവർത്തനമാണെന്ത്? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ആംപ്ലിഫയറിൻ്റെ ഒരു വർക്കിംഗ് രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ ബേസിക് ആയിട്ടൊരു ആംപ്ലിഫയർ സർക്യൂട്ട്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ഒരു നമ്മൾ പറയാം ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷനാണെന്ത്? ആംപ്ലിഫിക്കേഷൻ എന്ന് പറയണത്. അപ്പോൾ ഇതിൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനായിട്ടുള്ള ഒരു മെത്തേഡിലുള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന ഒരു സിഗ്നലിൻ്റെ കറണ്ട് ഗെയിന്, വോൾട്ടേജ് ഗെയിന്, അതുപോലെ തന്നെ പവർ ഗെയിൻ, ഈ ഒരു 3 മെത്തേഡുകൾ അതിൻ്റെ പ്രധാന കണ്ടൻസ് എന്ന് പറയുന്നത്. കറണ്ട് ഗെയിന് നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ കറണ്ട് ഗെയിന്, വോൾട്ടേജ് ഗെയിന്, പവർ ഗെയിന് എന്നിവ കൂടിയിട്ടുള്ള ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് ഇപ്പോൾ ഈ സർക്യൂട്ടിൽ
കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറയുന്ന ഈ സർക്യൂട്ട് കാണിച്ചിട്ടുള്ള കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് കാണിച്ചിട്ടുള്ളത്. NPN ട്രാൻസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കോമൺ എമിറ്റർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ബാറ്ററിയുടെ ഒരു VBB ഇൻപുട്ട് ആയിട്ടും VCC ഔട്ട്പുട്ട് ജംഗ്ഷനിലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇത് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ എന്ത് ചെയ്യുന്നു, VI എന്ന് പറഞ്ഞവിടെ കാണിച്ചിട്ടുണ്ട്. ആ സിഗ്നലിന് അതിന് രണ്ടിന് ഇടയിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് എന്തുണ്ടാവുന്നു, ഈ കൊടുക്കുന്ന സപ്ലൈ ഇവിടെയുള്ള ബേസ് സിഗ്നലുമായിട്ട് കൂടിച്ചേരുകയും എമിറ്റർ ജംഗ്ഷന് അക്രോസ് ആയാലും ഫോർവേഡ് ബയാസ് ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, VO എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഈ കാണുന്ന സിഗ്നലായിരിക്കും. ഇവിടെ ഇത് ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിച്ച സിഗ്നലായിട്ടാണ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഗെയിൻ വർദ്ധിക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കണം. ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളൊരു സർക്യൂട്ട് ആംപ്ലിഫയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബാറ്ററിയുടെ VB അതിന് ഫോർവേഡ് ബയാസും VCC റിവേഴ്സ് ബയാസും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആണ് സർക്യൂട്ടിലേക്ക് നൽകിയിട്ടുണ്ടാവുക. ഇൻപുട്ട് ടെർമിനൽസ് ബേസും എമിറ്ററും ആണെന്നതിന് അതിനിടയിലാണ് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ നൽകുന്നത്. ഈ സിഗ്നൽ VBBയുടെ ഫോർവേഡ് ബയാസിങ്ങിൻ്റെ DC വോൾട്ടേജുമായിട്ട് കൂടിച്ചേരുകയും എമിറ്റർ ജംഗ്ഷനിൽ അക്രോസ് ആയിട്ടുള്ള ഫോർവേഡ് ബയാസിനെ ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്താകും, എമിറ്റർ ജംഗ്ഷന് ഇടയിലുള്ള എമിറ്റർ ജംഗ്ഷന് ഇടയിലുള്ള ഫോർവേഡ് ബയാസിനെ അതെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതായത് EB ജംഗ്ഷൻ അക്രോസ് ആയിട്ട് എന്തുണ്ടാവും, അനുഭവപ്പെടുന്ന വോൾട്ടേജ് AC സിഗ്നലിൻ്റെ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന AC സിഗ്നലിൻ്റെ വോൾട്ടേജിൻ്റെയും VBBയുടെയും DC വോൾട്ടേജിൻ്റെയും ടോട്ടൽ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, ഇതിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന സിഗ്നലിൻ്റെ കാര്യമാണ് പറയണത്. ഇതിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു സിഗ്നൽ എന്ന് പറയണത് AC നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെയും ഇവിടെയുള്ള VBBയുടെയും കൊടുക്കുന്ന സിഗ്നൽ, അതുപോലെ തന്നെ ഇൻപുട്ടിലുള്ള ഫോർവേഡ് ബയാസിങ് വോൾട്ടേജ്, പിന്നെ നമ്മൾ കൊടുക്കുന്ന DC വോൾട്ടേജ്, അതിൻ്റെ എല്ലാം കൂടി ആകെ തുകയായിരിക്കും അവിടെ കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇൻപുട്ട് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് എമിറ്ററിൽ എന്തുണ്ടാവും, അക്രോസ് ആയിട്ടൊരു ഫോർവേഡ് ബയാസ് ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അതിന് അക്രോസ് ആയിട്ടുള്ള ഫോർവേഡ് ബയാസ് എന്ത് ചെയ്യും, കൂടുകയും സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഫോർവേഡ് ബയാസ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. പോസിറ്റീവ് സമയത്ത് REക്ക് അക്രോസ് ആയിട്ടുള്ള എമിറ്റർ ജംഗ്ഷന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുകയും നെഗറ്റീവ് വോൾട്ടേജ് സമയത്ത് അതിൻ്റെ ഫോർവേഡ് ബയാസ് കുറയുകയും ചെയ്യും. ഈ വ്യത്യാസത്തിനനുസരിച്ച് എന്തുണ്ടാവും, ബേസ് കറണ്ട് ചേഞ്ച് ആവും. ഈ ഒരു വ്യത്യാസത്തിനനുസരിച്ചാണെന്നുണ്ടാവുക ബേസ് കറണ്ടിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഇൻപുട്ടിലുണ്ടാകുന്ന ഈ വ്യത്യാസത്തിനനുസരിച്ച് എന്തുണ്ടാവും, ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഇൻപുട്ടിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുക, ഔട്ട്പുട്ട് കിട്ടുക. ഇൻപുട്ട് വളരെ ലോ ആയിട്ടുള്ള സിഗ്നലാണെങ്കിൽ ഔട്ട്പുട്ടിൽ അതിനനുസരിച്ചുള്ളൊരു ആംപ്ലിഫിക്കേഷനാണ് ഉണ്ടാവുക. ഇൻപുട്ട് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ സിഗ്നലാണെങ്കിൽ ഔട്ട്പുട്ടിന് അതിനനുസരിച്ച് ഉണ്ടാവും കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ സിഗ്നലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, ഇവിടെ ഫസ്റ്റ് എന്തുണ്ടാവും, ബേസിലെത്തുന്നതിൻ്റെ ഫലമായിട്ട് ബേസ് കറണ്ട് IB ഉണ്ടാവും, എമിറ്ററിലൂടെ കടന്നു പോകും, അവിടെ എമിറ്റർ കറണ്ട് IA ഉണ്ടാവും, ഔട്ട്പുട്ട് കറണ്ട് IC ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുറഞ്ഞ സ്മാൾ ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നലാണ് ഇതിൽ കൊടുക്കുന്നത്. ആംപ്ലിഫയർ സിഗ്നലിൻ്റെ ഗെയിൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതിനുശേഷം എന്ത് കിട്ടുന്നു, ലാർജർ സിഗ്നലായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ ഈ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിക്കാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ ഒരു ഫേസിലും ഔട്ട്പുട്ട് സിഗ്നൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ഫേസിലാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ അതിൻ്റെ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റേജ് ഒറ്റ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന സിഗ്നലിൻ്റെ നേരെ ഷിഫ്റ്റ് സംഭവിച്ചൊരു സിഗ്നലായിട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഈ രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന രീതിയാണ് അവിടെ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറഞ്ഞ സിഗ്നലിനെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളൊരു സിഗ്നലിൻ്റെ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ
ബേസ് കറണ്ടും അതുപോലെ തന്നെ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടിനെയും കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന ബേസ് കറണ്ടും ഇൻപുട്ട് സിഗ്നലും ബേസ് കറണ്ടും അതുപോലെ തന്നെ എമിറ്റർ കറണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുക, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇൻപുട്ടിനെക്കാട്ടിലും കൂടിയ സ്ട്രെങ്ത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയർ. നമുക്ക് ഈ ആംപ്ലിഫയറുകളെ പൊതുവായിട്ട് എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയർ, ട്രാൻസിസ്റ്ററുകളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം. അപ്പോൾ പൊതുവായിട്ട് അതിൻ്റെ വർക്കിംഗ് രീതിക്ക് അനുസരിച്ചല്ല പറയുന്നത്, പല മെത്തേഡുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ തരുന്നത്. എല്ലാ ആംപ്ലിഫയറുകളും ഈ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലൊരു 7 കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ഇൻപുട്ട് സിഗ്നൽ. ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചിട്ട് അതിനെ തരംതിരിക്കാം. അത് സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ അതുപോലെ തന്നെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ. എന്ത് സിഗ്നലാണോ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നൽകുന്നത് അതിനനുസരിച്ചാണ് എന്ത് പറയുന്നത്, ഈ ഒരു തരംതിരിവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിലാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് സിഗ്നൽ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ എന്നും അതുപോലെ തന്നെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്നും പറയാം. ഈ കൊടുക്കുന്ന സിഗ്നൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള സിഗ്നൽ കൊടുക്കുന്ന ആംപ്ലിഫയറുകളാണ് എന്ത് പറയുന്നത്, സ്മാൾ സിഗ്നൽ ആംപ്ലിഫയറുകൾ എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് ആംപ്ലിഫയറുകളൊക്കെ ഈ ഒരു രീതിയിൽ വരുന്ന ആംപ്ലിഫയറുകളാണ്. അതായത് വോൾട്ടേജ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളതിൽ വോൾട്ടേജ് ആംപ്ലിഫയറുകളെല്ലാം ഒരു സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ ആയിട്ടാണ് വരുന്നത്. ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അത് പവർ ആംപ്ലിഫയറുകളിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ ആയിട്ട് എന്നുള്ള പേരിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഇൻപുട്ട് നൽകുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം, സ്മാൾ സിഗ്നൽ ആംപ്ലിഫയറുകളെന്നും അതുപോലെ തന്നെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയറുകളെന്നും 2 തരത്തിലായിട്ട് എന്ത് പറയാം, ആംപ്ലിഫയറുകളെ പറയാം. സ്മാൾ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിലേക്ക് നൽകുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും, വളരെ കുറഞ്ഞ സ്ട്രെങ്ത് ഉള്ള സിഗ്നലായിരിക്കും. എന്നാൽ ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എങ്ങനെയായിരിക്കും, കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടിയ, അതായത് സാധാരണ നമ്മൾ പറയുന്നത് ഒരു സ്മാൾ സിഗ്നൽ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത ഒരു സിഗ്നലിനെയാണ് പിന്നെ അവിടേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക ഈ പറഞ്ഞ ലാർജ് സിഗ്നൽ ആംപ്ലിഫയറുകൾ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയറുകളിലേക്ക് നൽകുന്നുണ്ടായിരിക്കും. അടുത്തൊരു ടൈപ്പാണ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഔട്ട്പുട്ട്. കിട്ടുന്ന ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു തരംതിരിവ് വരുന്നത്. അതാണെന്ത്, വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും പവർ ആംപ്ലിഫയറുകളെന്നും പറയുന്നു. വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ നൽകുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് ലെവൽ വർദ്ധിപ്പിച്ചിട്ട് ഔട്ട്പുട്ട് തരുന്നതാണെന്ത്, വോൾട്ടേജ് ആംപ്ലിഫയർ. പവർ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ പവർ ലെവൽ വർദ്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ തരും. അതായത് എന്ത് സിഗ്നൽ നമ്മൾ കൊടുത്തത് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും, ഒന്ന് വോൾട്ടേജ് ആണ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയാം. അതിൻ്റെ പവർ ലെവലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ പവർ ആംപ്ലിഫയർ എന്നും പറയാം. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റേജസ്, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റേജസ്. അതിലുള്ള ട്രാൻസിസ്റ്ററുകളുടെ എണ്ണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് പൊതുവായിട്ട് എന്ത് പറയുന്നത്, അത് പറയുന്നത്. സിംഗിൾ സ്റ്റേജ് എന്നും അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യാം പറയാം. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറുകൾ അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളെന്നും പറയാം. 2 മെത്തേഡ്. സിംഗിൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും, ഒരു ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറുകളാണ് എന്ത് പറയുന്നത്, സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളെന്ന് പറയുന്നു. മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഒന്നിൽ കൂടുതൽ സ്റ്റേജുകൾ അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം ആംപ്ലിഫയറുകൾ എന്ത് പറയാം, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളെന്നും പറയാം. സിംഗിൾ സ്റ്റേജ് അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ്, ഒറ്റ ട്രാൻസിസ്റ്റർ മാത്രം ഉപയോഗിക്കുന്നതിനെ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറുകളെന്നും, ഒന്നിൽ കൂടുതൽ ട്രാൻസിസ്റ്റർ അതായത് 2 or 3 സ്റ്റേജുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളതാണെന്ത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളെന്ന് പറയുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി. ആ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ട്രാൻസിസ്റ്ററുകളെ പല രീതിയിൽ പറയാം. അതിൽ വരുന്നതാണ് 3 ടൈപ്പാണ്. AF ആംപ്ലിഫയർ, ഓഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നതാണ് എന്ത് പറയാം, AF ആംപ്ലിഫയറുകളെന്ന് പറയാം. റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിന് എന്ത് പറയാം, RF ആംപ്ലിഫയറുകളെന്ന് പറയാം. ഇനി IF എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നത്, ഓഡിയോ ഫ്രീക്വൻസിയും അല്ല റേഡിയോ ഫ്രീക്വൻസിയും അല്ല, ഇതിൻ്റെ രണ്ടിനും ഇടയിൽ റേഞ്ചിലുള്ള റേഞ്ചാണെന്ത്, IF എന്ന് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, IF ആംപ്ലിഫയറുകളെന്ന് പറയും. അപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ച് AF ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ, IF ആംപ്ലിഫയർ, അങ്ങനെ 3 രീതിയിൽ എന്ത് പറയാം, ആംപ്ലിഫയറുകളെ പറയാം. അതിനുശേഷം പിന്നെ ഉള്ളത് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് അതിൻ്റെ വർക്കിംഗ് രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബയാസിങ് മെത്തേഡിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം,
ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് സി, ക്ലാസ് എ ബി. ക്ലാസ് എ, ബി, എ ബി, സി, അങ്ങനെ 4 മെത്തേഡിലായിട്ടുള്ള ആംപ്ലിഫയറുകളായിട്ട് പറയാം. ഇത് സാധാരണ പവർ ആംപ്ലിഫയറുകളുടെ ക്ലാസിഫിക്കേഷനാണ്. ഔട്ട്പുട്ട് അതിൽ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് ഒരു ലാർജ് സിഗ്നൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിനനുസരിച്ചിട്ട് പവർ ആംപ്ലിഫയറുകളെ തരംതിരിച്ച രീതിയാണെന്ത് ക്ലാസ് എ, ബി, അതുപോലെ എ ബി, പിന്നെ സി, അങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് തരംതിരിക്കാം. ശേഷം പിന്നെയുള്ളത് ബേസ്ഡ് ഓൺ സർക്യൂട്ട് കോൺഫിഗറേഷൻ. ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ മെത്തേഡ്. അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിലേക്ക് ഏത് രീതിയാണ്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ആ ട്രാൻസിസ്റ്റർ ഏത് മെത്തേഡിലാണ് കോൺഫിഗറേഷൻ നൽകുന്നത് അതിനനുസരിച്ച് എന്ത് പറയാം, കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയാം, കോമൺ ബേസ് ആംപ്ലിഫയർ എന്ന് പറയാം, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയാം. അത് കോമൺ എമിറ്റർ രീതിയാണെങ്കിൽ അതിനെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയാം. കോമൺ ബേസ് രീതിയാണെങ്കിൽ കോമൺ ബേസ് ആംപ്ലിഫയർ എന്ന് പറയാം. കോമൺ കളക്ടർ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയാം, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്നും പറയാം. അതിനുശേഷം പിന്നെയുള്ള ഒരു മെത്തേഡാണ് ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡുകൾ. ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ്. കപ്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കപ്ലിംഗ് നടത്തുക. അതായത് അത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകളിലാണ് ഈ ഒരു കപ്ലിംഗ് മെത്തേഡുകളെന്ന് പറയുന്നത്. അതായത് മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൽ 2 or 3 ട്രാൻസിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. അപ്പം 2 or 3 ആംപ്ലിഫയറുകൾ ഉണ്ടായിരിക്കും. ഈ ആംപ്ലിഫയറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് എന്താണോ ആ കമ്പോണൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ എന്തറിയപ്പെടുക, അത്തരം ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ അത്തരം ആംപ്ലിഫയറുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കപ്ലിംഗ് മെത്തേഡ് അനുസരിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളതാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. RC കപ്പിൾഡ് എന്ന് പറയുമ്പോൾ അവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് അവിടെ കപ്ലിംഗ് കമ്പോണൻറ്റുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറുകൾ. അതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് സാധാരണ പ്രവർത്തിക്കുന്നത് RC കപ്ലിംഗ് ആംപ്ലിഫയറുകൾ. പിന്നുള്ളത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ട്. ട്രാൻസ്ഫോമർ ആയിരിക്കും അപ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നത്, കപ്ലിംഗ് കമ്പോണൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് ഡയറക്റ്റ് കപ്പിൾഡ്. അവിടെ കപ്ലിംഗ് കമ്പോണൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് കമ്പോണൻറ്റുകളൊന്നും ഇല്ലാതെ 2 സ്റ്റേജുകളെയും പരസ്പരം നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ളതാണെന്ത്, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ആംപ്ലിഫയറുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ബേസിലൊക്കെ പല രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, ആംപ്ലിഫയറുകൾ അറിയപ്പെടുന്നുണ്ട്. ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കി നോക്കുക. ബേസ്ഡ് ഓൺ ഇൻപുട്ട് സിഗ്നൽ അനുസരിച്ചിട്ട് സ്മാൾ സിഗ്നൽ ആംപ്ലിഫയർ എന്നും ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്നും അറിയപ്പെടും. ബേസ്ഡ് ഓൺ ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് പറയാം, വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും പവർ ആംപ്ലിഫയറുകൾ എന്നും അറിയപ്പെടും. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റേജസ്, അതിൻ്റെ സ്റ്റേജുകളുടെ നമ്പറിനനുസരിച്ചിട്ട് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്നും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറുകൾ എന്നും പറയും. പിന്നെ ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് AF ആംപ്ലിഫയർ, RF ആംപ്ലിഫയർ, IF ആംപ്ലിഫയർ എന്നറിയപ്പെടും. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന രീതിക്ക് അനുസരിച്ച് ക്ലാസ് A ആംപ്ലിഫയർ, ക്ലാസ് B ആംപ്ലിഫയർ, ക്ലാസ് C ആംപ്ലിഫയർ, ക്ലാസ് AB ആംപ്ലിഫയർ, അങ്ങനെ ആ ഒരു 4 കാറ്റഗറിയിൽ അറിയപ്പെടും. ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ, അതിന് സർക്യൂട്ട് കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ കപ്ലിംഗ് മെത്തേഡ്, അതിനെ കണക്ട് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് കപ്ലിംഗ് മെത്തേഡിനനുസരിച്ച് എന്ത് പറയാം, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ, അങ്ങനെ ആ ഒരു മെത്തേഡിൽ എന്ത് പറയാം, ട്രാൻസിസ്റ്ററുകൾ നമുക്ക് പൊതുവായിട്ട് തരംതിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം, ആംപ്ലിഫയറുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം അതുകൂടി ഓർത്ത് വയ്ക്കുക.